2023 തിയേറ്ററുകളെ ഇളക്കി മറിച്ച ഒരു സിനിമ ദളപതി വിജയുടെ ലിയോ. ലോകേഷ് കനകരാജിന്റെ LCUലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ. പക്ഷെ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യം, ലിയോ 2 എന്തുകൊണ്ട് വന്നില്ല? അതിന് എത്ര ശതമാനം സാധ്യതയുണ്ട്? ഇന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടാം ഒരു ത്രില്ലിംഗ് യാത്രയിലൂടെ. ലിയോ 2 വൈകുന്നതിന് പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം. 2024 വിജയ് തന്റെ പാർട്ടി തമിഴക വെട്രിക്കഴകം പ്രഖ്യാപിച്ചു. രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ച വിജയ് സിനിമകൾ ഉണ്ടാകില്ലാമെന്ന് വ്യക്തമാക്കി. ഇത് ലിയോ 2വിന്റെ സാധ്യതകളെ വൻ രീതിയിൽ ബാധിച്ചു എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കാരണം ലോകേഷ് കനകരാജിന്റെ തിരക്കേറിയ ഷെഡ്യൂൾ എന്ന് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ ലോകേഷ് മറ്റു പടങ്ങളൊന്നും ചെയ്യാതെ ലിയോ കഴിഞ്ഞ് അപ്പോൾ തന്നെ ലിയോ 2 ഷൂട്ട് പോയെങ്കിൽ, ലിയോ കഴിഞ്ഞ് ജനനായകൻ എന്ന സിനിമ ഇല്ലാണ്ട്, ഗോട്ടും ജനനായകൻ സിനിമ ഇല്ലാണ്ട് ലിയോ 2 ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സുകുമാർ പുഷ്പ ചിത്രത്തിന് ശേഷം പുഷ്പ 2 നേരെ പോയത്. വേറെ ഏത് പടവും സൈഡിലോ ഇടയിലായിട്ട് ചെയ്തില്ല. അതേപോലെ തന്നെ രാജമൗലിയും പ്രശാന്ത് നീലൊക്കെ ചെയ്തത്. KGF കഴിഞ്ഞ് KGF 2 നേരെ ചെയ്തത്. ബാഹുബലി കഴിഞ്ഞിട്ട് നേരെ ബാഹുബലി 2 ചെയ്തത്. ഇടയിൽ കൂടെ വേറെ ഏത് പടങ്ങളും ചെയ്തിട്ടില്ല. LCUവിന്റെ അടുത്ത ഭാഗങ്ങളായ കൈദി 2, വിക്രം 2, റോളക്സ് എന്നിവയിൽ ലോകേഷ് മൊഴിയിരിക്കുന്നതും രജനീകാന്തിന്റെ കോള് ചെയ്യുന്നതും റെസ്റ്റില്ലാണ്ട് വളരെ സ്പീഡ് അനൗൺസ്മെന്റ് ചെയ്യുന്നതും എല്ലാ ഇയറും പടവും ചെയ്യുന്നതും ലിയോ 2വിന്റെ സാധ്യതകൾ കുറച്ചിട്ടുണ്ട്. ഈ രാജമൗലി നീലൊക്കെ കാണിച്ച രീതി ലോകേഷ് ചെയ്തിരുന്നെങ്കിൽ ലിയോ 2 വളരെ നേരത്തെ സംഭവിക്കുമായിരുന്നു. പക്ഷെ ലോകേഷ് കമ്മിറ്റ്മെന്റ് കൂടി അതൊരു കാരണമായി തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ 2 കാരണങ്ങളാണ് ലിയോ 2 സംഭവിക്കാൻ തീരെ ചാൻസ് ഇല്ലെന്ന് പറയാനുള്ള കാരണം. 95% വിജയ് തന്നെയാണ് ഉത്തരവാദി. സെക്കൻഡ് പാർട്ട്, ലിയോ 2വിന്റെ സാധ്യതകൾ എത്ര ശതമാനം? ഇനി ലിയോ 2വിന്റെ സാധ്യത എത്ര ശതമാനമാണ്? ലോകേഷ് കനകരാജ് 2024 ഒരു മാധ്യമ ഇന്റർവ്യൂ വ്യക്തമാക്കി, ലിയോ 2 തീർച്ചയായും സാധ്യമാണ്. പക്ഷേ വിജയുടെ സമ്മതവും മറ്റു സാഹചര്യങ്ങളും ഒത്തുവരണം. വിജയുടെ രാഷ്ട്രീയ ഭാവി 2026 തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വ്യക്തമാകും. അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വന്നേക്കാം. LCUവിന്റെ ജനപ്രീതിയും ലിയോയുടെ ബോക്സ് ഓഫീസിലുണ്ടായ വൻ വിജയവും കണക്കിലാക്കി എടുക്കുമ്പോൾ ലിയോ 2വിന് 50% സാധ്യതയുണ്ട് എന്ന് വിലയിരുത്താം. പക്ഷെ 100% ഉറപ്പിക്കാൻ ഇനിയും കാത്തിരിക്കണം. ഒരിക്കലും എനിക്കോ നിങ്ങൾക്കോ ലിയോ 2 ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇത് നേരത്തെ കൂടി പ്ലാൻ ചെയ്യുന്ന കാര്യമല്ലല്ലോ. വിജയുടെ ഡിസിഷൻ മാറാം, ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ലിയോ 2 ഇല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല, അതുപോലെ ഉണ്ട് എന്നും പറയാൻ സാധിക്കത്തില്ല. തേർഡ് പാർട്ട്, ലിയോ 2വിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു കാര്യം ഉറപ്പാണ്, ലിയോ 2 വന്നാൽ അത് LCUവിന്റെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നായിരിക്കും. ലോകേഷിന്റെ സൂര്യ നൽകിയിട്ടുണ്ട്. വിജയ്, സൂര്യ, കമലഹാസൻ എന്നിവർ ഒന്നിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ആക്ഷൻ ബോണസ് ആയിരിക്കും ലിയോ 2. കാരണം ലിയോ 2 വിജയ് ഓക്കെ ചെയ്താൽ ആ പടമാണ് LCUവിന്റെ എൻഡ് ഗെയിം ഫിലിം എന്ന് ലോകേഷിനെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ പടം വരികയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവി എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന പടം കൂടി ആയിരിക്കും. പിന്നെ തമിഴ് ചിത്രത്തിനും ഫസ്റ്റ് 200 കോടിക്ക് സാധ്യതയുള്ള ഏക മൂവിയാണ് ലിയോ 2. ഫസ്റ്റ് പാർട്ട് തന്നെ 148 കോടി ഉണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് വന്നാൽ അതിന്റെ കളക്ഷൻ നമുക്ക് ഊഹിക്കാലോ. ലിയോ 2 ഇപ്പോഴൊരു സ്വപ്നമാണ്. പക്ഷേ LCUവിന്റെ മാജിക്കും ദളപതിയുടെ തിരിച്ചുവരവും ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയേക്കാം. 70% സാധ്യതയുണ്ട്. ബാക്കി 30% നമുക്ക് വിധിയുടെ കയ്യിൽ വിടാം. നിങ്ങളുടെ അഭിപ്രായം എന്ത്? ലിയോ 2വിനെ കാത്തിരിക്കുന്നുണ്ടോ? കമന്റ് ബോക്സിൽ പറയൂ. ഇനിയും ത്രില്ലിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.